അദ്ദേഹമാണ് ആ കുട്ടികളെ രക്ഷിച്ചത്. എന്നിട്ട് കുട്ടികൾ എവിടെ? എനിക്ക് അഭിമന്യുവിനെ അറിയാം സർ. എന്റെ അനിയത്തിമാരെ എവിടെ അഭി? അമൃത പേടിക്കണ്ട. ദൈവം സഹായിച്ച് അനിയത്തിമാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവര് സുരക്ഷിതമായി തന്നെ ഉണ്ട്. ഇന്നലെ അവരെവിടെ? പറയാം, അമൃത സമാധാനപ്പെടും. സത്യത്തിൽ എന്താണ് അഭിമന്യു സംഭവിച്ചത്? ഞാൻ ബീച്ചിൽ നിന്ന് ബൈക്ക് ഓടിച്ചു വരികയായിരുന്നു. ഈശ്വരനാ മോനെ ആ സമയത്ത് ഇവിടെ എത്തിച്ചത്. അനിയത്തിമാരുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതാണ് കല്യാണം പോലും കാണാൻ നിൽക്കാതെ അവര് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിന് അമൃതയുടെ കല്യാണം നടന്നില്ലല്ലോ. കല്യാണം നടന്നില്ലേ? എന്തുപറ്റി? അതൊക്കെ പിന്നെ പറയാം. എന്റെ അനിയത്തിമാർ എവിടെ അഭി? അത് പറ. അനഘയുടെ ഏതോ സുഹൃത്തിന് അപകടം പറ്റിയെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ ആശുപത്രിയിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തിട്ട് പോകാൻ ഞാൻ അവരോട് പറഞ്ഞ, പക്ഷെ കേട്ടില്ല. അമൃതയെങ്കിലും ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കണം. ഇപ്പൊ അന്വേഷണമൊന്നും അല്ല എന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്റെ അനിയത്തിമാരെ എത്രയും പെട്ടെന്ന് കാണുക എന്നുള്ളതാ. അവരേത് ഹോസ്പിറ്റലിലേക്കാ പോയെന്നറിയോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗീതാ ഹോസ്പിറ്റൽ എന്നാ പറഞ്ഞത്. അപ്പച്ചി, നമുക്ക് അങ്ങോട്ട് പോവാ അപ്പച്ചി. അനിയത്തിമാർ എങ്ങോട്ടേക്കാണ് പോയെന്ന് അറിഞ്ഞല്ലോ. വേണമെങ്കിൽ ഞങ്ങൾ അവിടേക്ക് എത്തിക്കാം. വേണ്ട സാർ, എന്റെ കൂടെ ആളുണ്ടല്ലോ. ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. അത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ആ, വന്നോളാം സാർ. ശരി, താങ്ക് യു സാർ. ഞാനും എന്റെ അനിയത്തിമാരും എന്തെങ്കിലും ഒരു ആപത്തിപ്പെടുമ്പോ ഈശ്വരൻ രക്ഷകനായി അയക്കുന്നത് അഭിമന്യുവിനെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. എന്റെ അനിയത്തിമാരുടെ ജീവൻ രക്ഷിച്ചതിന് അഭിമന്യുവിനോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. ഇങ്ങനെ നന്ദി പറയണമെന്നും അറിയില്ല. പക്ഷെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നന്ദികേടാണെന്നോ അഹങ്കാരമാണെന്നോ തെറ്റിദ്ധരിക്കരുത്. കാര്യം പറ. ഇനി എന്റെയോ എന്റെ കുടുംബത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെട്ട് അഭിമന്യു കുഴപ്പത്തിൽപ്പെടരുത്. ഇന്ന് കല്യാണ ദിവസമായിട്ടുകൂടി അഭിമന്യു എനിക്കും എന്റെ അനിയത്തിമാർക്കും വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്തത് മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയല്ലേ. ഇനി ദിവ്യപ്രഭ മാത്രമായിരിക്കണം അഭിമന്യുവിന്റെ ലോകം. എന്റെ പിന്നാലെ വരരുത്. പോട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.